കഴിഞ്ഞ 2 ആഴ്ച മുന്നേ പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെയുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകതയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. 2.5 ലക്ഷം വരുന്ന ജനം ഇതുവരെ അത് കണ്ടു കഴിഞ്ഞു. ഒത്തിരി പേരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പുതിയ ഒരു അനുഭവം അവർക്ക് തുടക്കം കുറിക്കാൻ ദൈവാത്മാവ് സഹായിച്ചു. തീർച്ചയായും ഈ സന്ദേശവും നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ ഭൗമിക ജീവിതം മുതൽ നിത്യത വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്പിരിച്വൽ വാർ തന്നെ നാം അഭിമുഖീകരിച്ചേ മതിയാകുകയുള്ളൂ. എല്ലാവരുടെ ജീവിതത്തിന് സ്പിരിച്വൽ ബാറ്റിലുണ്ട്. ആ ബാറ്റിൽ അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വെപ്പണാണ്, ഏറ്റവും നല്ലൊരു അഭിഷേകമാണ് കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. അതിൽ ഒന്ന് പ്രാർത്ഥനയുടെ ഒരു വലിയ അഭിഷേകമാണ്. തീർച്ചയായും ഈ സന്ദേശം നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിച്ചേ മതിയാകുകയുള്ളൂ. എങ്ങനെയെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കണ്ടു തീർക്കരുത് എന്ന് സാത്താൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ബാറ്റിൽ നിങ്ങൾ ജയിക്കണം. ഈ വീഡിയോ കാണണ്ട എന്നുള്ള ആ ഒരു ബാറ്റിൽ നിങ്ങൾ ജയിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തുടർന്ന് വളരെ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലത്തിലേക്ക് ഉയരാൻ കഴിയുകയുള്ളൂ. ഒബ്വിയസ്ലി എൻ്റെ ജീവിതാനുഭവം കൂടെ, എൻ്റെ രാത്രി പ്രാർത്ഥനയുടെ പ്രത്യേകത, എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം കൂടെ ഞാൻ ഈ സന്ദേശത്തിൽ, ഈ ഒരു 10-12 മിനിറ്റുള്ള ഈ സന്ദേശത്തിൽ ഞാൻ ഉൾക്കൊള്ളിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണും. നിങ്ങൾക്ക് ഒരു നല്ല ആത്മീയ പടയാളിയായി തീരണമെന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു ചാനലാണിത്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായി തുടർമാനമായി മീറ്റിംഗ്സ് നടത്തി വരുന്ന ഒരു ചാനലും കൂടെയാണ്. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കാണാനായി സാധിക്കും ലൈവായിട്ട്. ഈവനിങ് ഞങ്ങൾക്ക് സൂം മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ലിങ്കുകൾ, ഈ യൂട്യൂബിൽ വരുന്ന പ്രാർത്ഥനയുടെ ലിങ്കുകൾ, സൂം മീറ്റിംഗ്സ്, അതിന്റെ ലിങ്കുകൾ, സ്പെഷ്യൽ പ്രയറിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പ്രയർ ലൈൻ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും തീർച്ചയായിട്ടും ആ നമ്പറിൽ അയക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് ഈ വീഡിയോയ്ക്ക് നമുക്ക് പാർട്ട് 2 എന്ന് കൊടുക്കാം. കാരണം ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞു. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാ സമയവും പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ നല്ലത് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവിന്റെ അഭിഷിക്തൻ പൗലോസ്ലീഹ നമ്മെ വിശുദ്ധ ബൈബിളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു വ്യത്യസ്ത സമയങ്ങൾ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്തിരുന്നു എങ്കിലും മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് 1-2 കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് എടുക്കാനുണ്ട്. ഒന്ന്, അവൻ അതികാലത്ത് എഴുന്നേറ്റ്, നമുക്കറിയത്തില്ല 5 മണിയാണോ 4 മണിയാണോ 3 മണിയാണോ അറിയത്തില്ല. പക്ഷെ യേശു കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥന കഴിച്ചിരുന്നു. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ 3 മണിയാകാം, 4 മണിയാകാം, 2 മണിയാകാം, 5 മണിയാകാം, അങ്ങനെ പല സമയങ്ങളും ആകാം. എങ്കിലും ഇരുട്ടോടെ എന്ന് അവിടെ വ്യക്തമായി എടുത്തു പറയും. ഇരുട്ടോടെ, അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപാണ് ഇരുട്ടോടെ എന്ന് പറയുന്നു. നമ്പർ 2, നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. നിർജ്ജന പ്രദേശത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ യേശു കർത്താവിന്റെ പ്രയർ ടൈമിൽ കർത്താവ് സൈലൻസ് ആഗ്രഹിച്ചിരുന്നു. കർത്താവ് വേറെ ഒരു ഡിസ്ട്രാക്ഷൻസ് എന്റെ പ്രയർ ലൈഫിൽ ഉണ്ടാകരുത്. എന്റെ പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൈം എനിക്ക് അല്പം പോലും നഷ്ടപ്പെടരുത്. അതിനകത്തുള്ള ആ കോൺസെൻട്രേഷൻ എനിക്ക് അല്പം പോലും മിസ്സാകരുത് എന്ന് യേശു അതിയായി ആഗ്രഹിച്ചത് കൊണ്ട് കർത്താവ് ചൂസ് ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഒരു
നിർജ്ജന പ്രദേശമാണ്, ആരുമില്ലാത്ത സമയം. 3 മണി സമയത്തിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതകളിൽ പ്രധാനമായ ഒന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അധികം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാത്തൊരു സമയമാണ്. പ്രപഞ്ചത്തിൽ വളരെയേറെ സൈലൻസ് അനുഭവപ്പെടുന്ന ഒരു സമയം. ഇതേ സമയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാത്താനും തന്റെ അനുയായികളും ദൈവമക്കൾക്കു നേരെ, ഭൂമിക്ക് നേരെ, മനുഷ്യർക്ക് നേരെ യുദ്ധം ചെയ്യാനും തിരഞ്ഞെടുക്കുന്ന സമയം. കാരണം മനുഷ്യർ ഏറ്റവും അധികം ബലഹീനമാകുന്ന ഒരു സമയമാണ് ഈ 3 മണി സമയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മണിക്ക് ശേഷം 5 മണിക്കകത്ത് മനുഷ്യർ 2 മണി അല്ലെങ്കിൽ 2 മണി മുതൽ 5 മണിക്കകത്തുള്ള സമയം എന്ന് പറയുന്നത് ഒരു ഗാഢ നിദ്രയിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്, വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത്, വിമാന അപകടങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ആക്സിഡന്റ്സ് സംഭവിക്കുന്നത്, മനുഷ്യർ കിടന്നുറങ്ങാൻ കിടക്കുന്ന മനുഷ്യർക്ക് വേഗത്തിൽ അവർക്ക് ഹൃദയാഘാതങ്ങളുണ്ട്, എല്ലാം ഇങ്ങനത്തെ ഒരു സമയമാണ്. ഈ സമയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നൊരർത്ഥം ഞാൻ പറയുന്ന വാക്കുകളിലില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് തിരുവെഴുത്തുകൾക്കകം മനസ്സ് പഠിക്കുമ്പോഴും നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴും പൊതുവെ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഹിസ്റ്ററികൾ എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യന് നേരെ സാത്താൻ തന്റെ പ്രവൃത്തികൾ അഴിച്ചുവിടുന്ന ഒരു സമയം ഈ സമയമാണ്. ഈ സമയം യേശു പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഇങ്ങനെ ഒരു പദം കർത്താവ് യേശു പറയും, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. മനുഷ്യർക്ക് ഉണർന്നിരിക്കാൻ കഴിയാത്തതും മനുഷ്യർ ഉണരാൻ ശ്രമിച്ചാൽ സാധിക്കാത്തതും, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിന്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ, 15 മിനിറ്റ് കഴിയുമ്പോൾ, അരമണിക്കൂർ കഴിയുമ്പോൾ മനുഷ്യനെ ഉറക്കത്തിലേക്ക് വീണ്ടും തള്ളിവിടുന്നതുമാകുന്ന ഒരു സമയം ഇതല്ലേ എന്ന് നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ബലഹീനനാകുന്ന ഒരു സമയം എന്ന് ഞാൻ ഉദ്ദേശിച്ച ബലഹീനത ഇതാണ്. മനുഷ്യൻ ഉണർന്നിരിക്കാൻ കഴിയാത്തൊരവസ്ഥ. പ്രിയപ്പെട്ട സുഹൃത്തും ഇതിനുവേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു കാണുമെന്ന്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, മോർണിംഗ് പ്രയർ എനിക്കൊന്ന് പങ്കെടുക്കണം, എനിക്കൊന്ന് 3 മണിക്ക് എഴുന്നേക്കണം, 2 മണിക്ക് എഴുന്നേക്കണം, 4 മണിക്ക് എഴുന്നേക്കണം. ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങളെ പലപ്പോഴും ഉറക്കത്തിലേക്ക് തള്ളിയിടുന്നില്ലേ? ശിഷ്യന്മാരെ പോലും അവർക്ക് പോലും 1 മണിക്കൂർ സമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ നിദ്രയിലേക്ക് തള്ളിയിടുമ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബലഹീനനാക്കുന്ന പല മേഖലകളിൽ ഒന്നെന്ന് പറയുന്നത് അവന്റെ ക്ഷീണമാണ്. അവനെ ഉറക്കത്തിലേക്ക് തള്ളിയിടുന്ന ഒരവസ്ഥ. അപ്പൊ യേശു കർത്താവ് ആദ്യകാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു പ്ലേസ് തിരഞ്ഞെടുക്കുന്നത് സൈലന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയാൽ ഏറ്റവും നല്ലത്. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത് ഈ സമയമാണ്. 3 മണി മുതൽ അല്ലെങ്കിൽ 2 മണി മുതൽ 5 മണി വരെയുള്ള ഒരു സമയം. മനുഷ്യരെല്ലാം ഒത്തിരി വാഹനങ്ങളൊന്നും റോഡിൽ ഓടുന്ന ശബ്ദമില്ലാതെ, ഒത്തിരി ഹോണടികളൊന്നും ഇല്ലാതെ, ഒത്തിരി അപ്പുറം ഇപ്പുറമുള്ള ബഹളങ്ങളൊന്നുമില്ല, നമുക്ക് ഏകാഗ്രതയോടെ ദൈവത്തോടു കൂടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു സമയം എന്ന വണ്ണം നമുക്കിതിനെ കാണാം. അതോടുകൂടെ ഞാൻ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ച വിശദാംശങ്ങളും കൂടിയാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നത്. പ്ലസ് ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് തന്റെ സ്പിരിറ്റ്, ഒരു അകത്തെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദൈവവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടെയാണ് ഇത്. ഇനി ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവം പറയാം. ഇത് എന്റെ മാത്രം വ്യക്തിപരമായ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ആകണമെന്നില്ല. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപേ, ഞാൻ കർത്തൃവേലയിലേക്ക് ഞാൻ സമർപ്പിക്കപ്പെടുന്നതിന് മുൻപേ ഞാൻ എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ സമയം, ഞാൻ അഭിഷേകമൊക്കെ പ്രാപിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള ഈ സ്പിരിച്വൽ വാർഫെയറുകളെ കുറിച്ചോ സ്പിരിച്വൽ ബാറ്റിൽസിനെ കുറിച്ചോ ഒന്നും എനിക്ക് അറിയാത്ത നാളുകളിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ദൈവം ഒരു നിയോഗം തന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 2 മണി മുതൽ മുന്നോട്ടുള്ള സമയമാണ്. ചിലപ്പോൾ 3 മണി, ചിലപ്പോൾ 4 മണി വരെ, 4:30 മണി വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. അത്രമേ എന്നെ കൊണ്ട് സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ ആ തുടക്ക സമയങ്ങളിൽ. അങ്ങനെ ഞാൻ ആദ്യകാലങ്ങളിൽ താമസിച്ചിരുന്ന വീട്ടിലിരുന്ന് ഞാൻ ഈ സ്പിരിച്വലി പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വളരെ സാധാരണ നിലയിൽ ഞാൻ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ് പതിവ്. എനിക്കത് അറിയുകയുള്ളൂ. ഞാൻ സാധാരണ നിലയിൽ അന്യഭാഷകളിൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ ഞാനും പ്രാർത്ഥിച്ച് ആരംഭിച്ചു തുടങ്ങും. ഒരു മധ്യം, ഒരു
10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് തന്നെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് തോന്നുന്ന നിലയിൽ എന്റെ അകത്തെ മനുഷ്യൻ വളരെ ശക്തിയോടും വളരെ 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 ഗർജനത്തോടും കൂടെ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ആ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടായി. എന്നാൽ ഞാൻ എല്ലാ സമയം പ്രാർത്ഥിക്കുമ്പോഴും എനിക്കതില്ല. കാരണം ഞാൻ പകൽ സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഉച്ച സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, വൈകുന്നേരങ്ങളിൽ ഞാൻ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ബഹളം തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളതും, അവര് കുക്ക് ചെയ്യുന്നതും, അവര് കിച്ചണിൽ വർക്ക് ചെയ്യുന്നതും, പാത്രങ്ങൾ എടുക്കുന്നതും, അവിടുത്തെ കുഞ്ഞുങ്ങൾ കളിക്കുന്നതും, മറ്റൊരു വ്യക്തി വിളിക്കുന്നതും, വാഹനങ്ങൾ പോകുന്നതുമായ പല ശബ്ദങ്ങളും കേട്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ശബ്ദങ്ങളും ഇല്ലാതെ ഞാൻ വളരെ പ്രാർത്ഥനയിലും എന്റെ ശബ്ദത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ഞാൻ അങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അകത്തെ മനുഷ്യൻ കൂടുതൽ ഉണരുന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ സമയം ഗർജിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ ഇന്ന് പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി, ആ വീടും ആ അന്തരീക്ഷവും ആ ദേശവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, എന്റെ സ്പിരിച്വൽ ഗ്രോത്തിന് തടസ്സമായി നിൽക്കുന്ന, മറ്റ് ബ്ലെസ്സിങ്സിന് തടസ്സമായി നിൽക്കുന്ന, ഡെലിവറൻസിന് തടസ്സമായി നിൽക്കുന്ന, എന്റെ പ്രാർത്ഥനയെ ഇഷ്ടപ്പെടാത്ത, എന്റെ പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ദുർശക്തികൾ ആ പ്രാർത്ഥന വേളയിൽ ആ അന്തരീക്ഷത്തിലുണ്ട് എന്നും അതിനോട് കൽപ്പിക്കുകയും അതിനോട് ആജ്ഞാപിക്കുകയും അതിനെ തകർക്കുകയും അതിനെ നിർവീര്യമാക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് എന്റെ അകത്തു നിന്ന് ആത്മാവിൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായി ഈ കാലങ്ങളിൽ സാധിച്ചു. എനിക്കത് എന്തുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പ്രാർത്ഥിച്ച സമയം ഇന്നത്തെ ഈ സന്ദേശം ഈ സന്ദേശത്തിന്റെ തലക്കെട്ടാണ്. ഏതാണ്? ആ 2 മണി സമയം മുതൽ 5 മണി സമയം വരെ, അല്ലെങ്കിൽ 3 മണി സമയം. ഞാൻ 2 മണിക്ക് എഴുന്നേക്കാറുണ്ട്, 3 മണിക്ക് എഴുന്നേക്കാറുണ്ടായിരുന്നു. ഈ സമയം വരെയുള്ള പ്രാർത്ഥനകൾക്കകത്താണ് എനിക്ക് ആ ഒരു മാറ്റം അനുഭവപ്പെട്ടത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അത് എന്റെ മാത്രം അനുഭവമാണ്. എല്ലാവർക്കും ഇങ്ങനെ ആകണമെന്നില്ല, എന്നാൽ നിങ്ങൾക്കും അങ്ങനെ ആയിക്കൂടായികയില്ല. വളരെ വലിയൊരു വിടുതലാണ് ഞാൻ ആ കാലങ്ങളിൽ അനുഭവിച്ചത്. വളരെ വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് എന്റെ പല മേഖലകൾക്കകത്ത് അന്നത്തെ ആ പ്രാർത്ഥനയിൽ ഉണ്ടായത്. പ്രിയപ്പെട്ട സുഹൃത്തേ, ഈ രാത്രി ആമങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുകയും നിങ്ങളുടെ അകത്തുള്ള ആത്മീയ ചൈതന്യം വർദ്ധിപ്പിക്കുകയും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭൂമി മുതൽ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം മുതൽ നിത്യത വരെ നമുക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന സകല 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 തടസ്സങ്ങളെയും തകർക്കുകയും നിങ്ങൾക്ക് വളരെ സ്വസ്ഥതയോടും ദൈവം തരുന്ന സ്വസ്ഥതയോടും സുഖത്തോടും സൗഭാഗ്യങ്ങളോടും കൂടിയുള്ള നിങ്ങളുടെ ജീവിതത്തെ തടയുന്ന സകല ഇരുട്ടിന്റെ ശക്തികളെയും നിങ്ങൾ തച്ചുടയ്ക്കുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ 3 മണി പ്രാർത്ഥന എന്ന് പറയുന്നത്. തീർച്ചയായും മറ്റ് സമയങ്ങളിലെ പ്രാർത്ഥനകളും അവണ്ണം തന്നെ പ്രയോജനമുള്ളത് തന്നെ. എന്നാൽ കുറച്ചും കൂടെ നമ്മുടെ യേശു പ്രാർത്ഥിച്ച സമയം നോക്കൂ. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു, ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന് വേണമെങ്കിൽ ശിഷ്യന്മാർ കിടന്നുറങ്ങുന്നതിന്റെ സൈഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം, കർത്താവ് കിടന്നുറങ്ങുന്ന വീടിനകത്ത് ഒരു കോർണറിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ട് പുറപ്പെട്ടു? ഏത് കാര്യത്തിനും ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്, ഏത് കാര്യത്തിനും ഒരു പുറപ്പാട് ആവശ്യമാണ്, ഏത് കാര്യത്തിനും ഒരു ഡെഡിക്കേഷൻ ആവശ്യമാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഇന്നു മുതൽ കർത്താവ് യേശു പ്രാർത്ഥിച്ചതുപോലെ എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും ഒഴിഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ടൈം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ തീരുമാനത്തോടുകൂടെ കർത്താവ് കൂടെ. നിങ്ങൾക്ക് ഈ സന്ദേശം തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വ്യക്തിപരമായ സാക്ഷ്യവും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കുക, ഒരു തംസ് നിങ്ങൾ കൊടുത്തേക്കുക. ഉടനെ നിങ്ങൾക്ക് കഴിയുന്ന മറ്റൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അത്രയും പ്രാർത്ഥനയോടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അത്രയും പ്രാർത്ഥനയോടെയാണ്. ഇത് ജനലക്ഷങ്ങളിലേക്ക് എത്തിയാൽ എന്റെ ദൗത്യത്തിൽ ഞാൻ വളരെ സന്തോഷമുള്ളവനായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കർത്താവ് എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് വരെ ദൈവമായ കർത്താവ് തങ്കച്ചിറകടിയിൽ നിങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. നമ്മളെല്ലാവരെയും ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.